ക്യാൻസർ രോഗപഠനം മഹാരോഗപഠനത്തിൻ്റെ 24-ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രോഗകാരണമായിട്ട് ഇതുവരെ സംസാരിച്ച് വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയുണ്ടായി, മദ്യം കഴിക്കുന്നവർക്കെല്ലാം ക്യാൻസർ ഇല്ല, പുകവലിക്കുന്നവർക്കെല്ലാം ക്യാൻസർ ഇല്ല, രാസവസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാവർക്കും ക്യാൻസർ ഇല്ല. അപ്പോൾ എന്തായിരിക്കും മഹാരോഗങ്ങളുടെ മൂലകാരണം എന്നതിലേക്കാണ് നമ്മുടെ ചർച്ചകൾ മുഴുവൻ കടന്നുപോയിരുന്നത്. അപ്പോൾ ബാഹ്യ കാരണങ്ങളെക്കാൾ ആന്തരിക കാരണങ്ങളാലാണ് അർബുദം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നതിലേക്കാണ് നമ്മൾ പതിയെ നടന്നെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ദൈവിക ദുഃഖങ്ങളെ, ആദിദൈവിക ദുഃഖങ്ങളിൽ കുറിച്ച് പറഞ്ഞിരുന്നു, വിശകലനം ചെയ്തിരുന്നു. അതിൽ അവസാനത്തെ ദുഃഖം സ്വഭാവപ്രവൃത്ത ദുഃഖമാണ്. സ്വഭാവബല പ്രവൃത്ത ദുഃഖം എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്: കാലജങ്ങളും അകാലജങ്ങളും. കാലജങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ കാലങ്ങൾ. ഇത് സ്വഭാവകാലങ്ങളാണ്, സ്വഭാവമാണ് ഇവ. ബാല്യം ഒരു സ്വഭാവമാണ്, കൗമാരം മറ്റൊരു സ്വഭാവമാണ്, യൗവനം വേറൊരു സ്വഭാവമാണ്, വാർദ്ധക്യം മറ്റൊരു സ്വഭാവമാണ്. അതായത് ബാഹ്യകാലമായിട്ടല്ല, സ്വഭാവത്തിലെ കാലമായിട്ടാണ് ഇവയെ കാണേണ്ടത് എന്നർത്ഥം. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര ഇവയോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സ്വഭാവത്തെ എല്ലാവരും നിർണയിക്കുന്നത്. ബാല്യകാലത്തെ കളികളല്ല, അല്ലെങ്കിൽ ആഹാരമല്ല, അല്ലെങ്കിൽ അന്നുള്ള നിദ്രാരീതിയല്ല നമ്മൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ കാണിക്കുന്നത്. അവിടെ അതേപോലെ വാർദ്ധക്യകാലത്ത് മറ്റൊരു തരത്തിലായിരിക്കും. അപ്പോൾ ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രകളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളെ കാണണം. അതായത് പ്രായം കൊണ്ടല്ല ഇവയെ അളക്കേണ്ടത്. ഇന്ന് ബാല്യത്തിൽ തന്നെ കൗമാരത്തിൻ്റെ പ്രകൃതങ്ങൾ കാണിക്കുന്ന കുട്ടികളെ ധാരാളം കാണാം. കൗമാരത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് എല്ലാം ജീവിക്കേണ്ട കൗമാര ബാല്യകാലങ്ങളിൽ തന്നെ യൗവനകാലത്തെ പ്രകൃതങ്ങൾ കാണിക്കുന്ന ധാരാളം കുട്ടികളെ കാണാവുന്നതാണ്. അതായത് അവരെല്ലാം മനസ്സുകൊണ്ട്, സ്വഭാവം കൊണ്ട് അവർ കൗമാരം കടന്ന് യൗവനത്തിലേക്കെത്തി എന്നർത്ഥം. ഇവരുടെ വാർദ്ധക്യവും വളരെ അടുത്താണ്, പെട്ടെന്ന് തന്നെ വരും എന്നുള്ള ചിന്തയാണ് ഇവിടെ പ്രബലമാകേണ്ടത്. ഈ നേരത്തെ യൗവനം, ആർത്തവം നേരത്തെ വരുമ്പോൾ അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി അവരുടെ ആയുസ് കിട്ടും എന്ന് പറയാറുണ്ട് പണ്ടുള്ളവർ. അതായത് 10-ാം വയസ്സിൽ ആർത്തവം ഉണ്ടാകുന്ന കുട്ടിക്ക് 60 വയസ്സ് വരെയേ ആയുസ് ഗണിക്കാൻ പറ്റൂ. വീണ്ടും ഒരു 30 വർഷം കൂടി അവരെ ജീവൻ നിലനിർത്തിയെന്ന് വരാം. അത് ആയുസ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ജീവിതകാലവും ആയുസ്സും രണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആരോഗ്യത്തോടെ നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ സൂക്ഷ്മവും ശുദ്ധവും പ്രബലവുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന അവസ്ഥയെയാണ് ജീവിതകാലം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. അല്ലാതെ ഓക്സിജൻ്റെ സഹായത്തോടെ, കുഴൽ വഴിയുള്ള ഭക്ഷണത്തിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നതല്ല ആയുസ് എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം വാദിക്കാൻ വരുന്നതിന് മുമ്പേ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രയും ഇത് ഓരോ കാലങ്ങളിലേക്കും പറഞ്ഞിട്ടുണ്ട്. അത് കാലം തെറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യമായിട്ടാണ് ആയുർവേദം അതിനെ വീക്ഷിക്കുന്നത്.
ഇതെല്ലാം സമ്യക്കായിട്ട് അയത്നലളിതമായിട്ട് കൊണ്ടുപോയാൽ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടാകും. ഇത് പൊതുവെ വിദ്യാഭ്യാസമില്ലാത്തവർക്കും തിരിച്ചറിവില്ലാത്ത ജീവജാലങ്ങൾക്കും ഇതൊക്കെ അയത്നലളിതമായിട്ട് ലഭിക്കുന്നുണ്ട്. അവർക്ക് അതേക്കുറിച്ച് യാതൊരു ടെൻഷനുമില്ല. അവരങ്ങനെ അവരുടെ പ്രകൃതിക്കനുസരിച്ച് അവരുടെ ഒരു ഇൻബിൽറ്റ് സോഫ്റ്റ്വെയറിനനുസരിച്ച് അവരങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോവുകയാണ്. എന്നാൽ പഠനവും വിദ്യാഭ്യാസവും ശാസ്ത്രവും തലയിൽ കയറിയിട്ടുള്ള ആധുനിക മനുഷ്യൻ അവൻ്റെ അഹന്തയും വിദ്യാഭ്യാസവും കാരണം ഒട്ടേറെ ടെൻഷനുകളും ദുഃഖങ്ങളും നിത്യവും വലിച്ചു കയറ്റിയാണ് നടക്കുന്നത്. അതായത് ആധുനിക വിദ്യാഭ്യാസം നമ്മെ സുഗമമായ മനഃശാന്തിയുള്ള ആനന്ദകരമായ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയോ അതോ പഴയ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്തെ ജനങ്ങളുടെ ആ ഒരു ജീവിത രീതി ആയിരുന്നോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ കേൾക്കുന്നവർ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തുക. ഈ നേരത്തെ പറഞ്ഞ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള 4 സ്വഭാവങ്ങളിൽ അവയെല്ലാം പ്രകൃതിക്കനുസരിച്ച് വഴങ്ങി മറ്റ് ജീവികളെല്ലാം ജീവിക്കുമ്പോൾ നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഒരു സങ്കല്പത്തിൽ ഉള്ള വ്യക്തിയാവാൻ നമ്മൾ മത്സരിക്കുകയാണ്. അതിനായിട്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിതം നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആധുനികൻ ഇന്ന് വിദ്യ അഭ്യസിച്ചും തിയറി ഉണ്ടാക്കിയും അഹങ്കരിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ തിയറികൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും ഓരോ സ്ഥലങ്ങളിൽ അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എല്ലാം പ്രാവർത്തികമാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും അവൻ സുഖമായിട്ടാണോ സ്വസ്ഥമായിട്ടാണോ ശാന്തമായിട്ടാണോ ജീവിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. ഈ 4 കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അയത്നലളിതമായിട്ട് കൊണ്ടുപോയിട്ട് ജീവിതം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അവർ എല്ലാ ആധുനിക തിയറികളെയും മാറ്റിവെച്ച് അവരുടെ അന്നന്നത്തെ കാര്യങ്ങളെ നോക്കി സ്വസ്ഥവും ശാന്തവുമായിട്ട് മറ്റാർക്കും ദ്രോഹം ചെയ്യാതെ ആരെയും ഉപദ്രവിക്കാതെ എന്നാൽ തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഉപകാരിയായി ജീവിക്കുന്നവരാണ് എന്ന് കാണാം. അറിവില്ലാത്തവൻ്റെ ജീവിതാന്തരീക്ഷങ്ങളിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ കഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ടാവുന്നത്. എന്നാൽ അവൻ്റെ ലോകത്ത് അവൻ സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്, സുഖവും ശാന്തിയും അനുഭവിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ഭക്ഷണത്തിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് വീണ്ടും പറയുകയാണ്. ഓരോ ഇന്ദ്രിയം വഴി കടക്കുന്ന ഭക്ഷണവുമുണ്ട്. കണ്ണുകൾ വഴി, കാതുകൾ വഴി, സ്പർശനം വഴി, വായ വഴി ആഹാരമായിട്ട് അങ്ങനെ എടുക്കുന്ന എല്ലാ തരം ഭക്ഷണങ്ങളും എല്ലാം ഒരുപാട് വഴക്കും യുദ്ധവും കഴിഞ്ഞിട്ടാണ്, അതായത് ഹിംസയുടെ പല തലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയവുമാണ്. ഇനി കഴിക്കുന്ന ഭക്ഷണം തന്നെയാണെങ്കിലും അതിൽ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും വിറ്റാമിനിൻ്റെയും ഫാറ്റിൻ്റെയും എല്ലാം അളവ് കണക്കാക്കി നമുക്ക് അത് ആഹരിക്കുവാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകളും എന്തുമാത്രം അറിവുകളും എന്തുമാത്രം തിയറികളുമാണ് നമ്മൾ പഠിക്കുന്നത് എന്നോർത്തിട്ടുണ്ടോ? ഇത് ഓരോ അടുക്കളയിലും ഓരോ ഹോട്ടലുകളിലും ഓരോ തീന്മേശയിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? എല്ലാം മത്സരത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഹിംസയുടെയും രംഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരു ജീവിയുടെയും വേദനയില്ലാത്ത ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്ന പൗരാണികളിൽ നിന്ന് നമ്മൾ
എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവൻ ബലിയർപ്പിക്കാത്ത, ഒരു ജീവിയുടെ വേദനയില്ലാത്ത ആഹാരം ഇന്ന് ആരും കഴിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീന്മേശകളിലെല്ലാം ആയുധങ്ങളാണ്. കത്തി, ഫോർക്ക് മുതലായ ആയുധങ്ങൾ തീന്മേശകളിൽ കടന്നുകൂടിയത് സാന്ദർഭികമല്ല, കരുതിക്കൂട്ടി തന്നെ ഉള്ള മനുഷ്യ മനസ്സിൻ്റെ മാറ്റമാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്തേ.